താച്ചിപ്പൊന്ന് രാത്രി മൊത്തം കഷ്ടപ്പെട്ട് നിറച്ച് വെച്ച് ഈ കൂടെ റെഡിയാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ ഒരു ദിവസം ഇപ്പോൾ തുടങ്ങുന്നത്. രാവിലെ തന്നെ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. വാവേനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണിത്. ഇന്ന് 12 വിളക്ക് ആയതുകൊണ്ട് ഓച്ചിറ മൊത്തം നല്ല തിരക്കും ട്രാഫിക് ബ്ലോക്കും ഒക്കെ ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ആദ്യം വാവയ്ക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ബ്ലഡ് കൊടുക്കണം. അതിൻ്റെ റിസൾട്ട് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പോയി. ഞങ്ങൾ വിചാരിച്ചു നല്ല കരഞ്ഞ് സീനാക്കുമെന്ന്. പക്ഷെ ആൾ ഭയങ്കര കൂളായിട്ടൊക്കെ ഇരുന്നു. ആദ്യം ഒന്ന് ചിണുങ്ങിയത് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ഉറക്കമായിരുന്നു. വാവയും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഞങ്ങൾ കണ്ട കുറേ നഴ്സുമാരെ എല്ലാവരെയും കണ്ടു. അവരെല്ലാവരും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കണ്ടു. കുഞ്ഞാവയുടെ ബ്ലഡ് റിപ്പോർട്ടും വാങ്ങിച്ചു ഞങ്ങൾ നേരെ ഡോക്ടർ ഗോൾഡി ഉദയൻ എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് കാണുന്നത്. അവിടെ പോയി കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ വന്നു. അങ്ങനെ ഡോക്ടർ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു നല്ല ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് ബേബിന്ന്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അമ്മയ്ക്കാണ്. അവിടുന്ന് നേരെ ഞങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ബർപ്പിംഗ് ചെയ്യുന്നതിൽ കുറച്ച് പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു നഴ്സിനെ കൊണ്ട് നമ്മുടെ വാവേനെ എങ്ങനെയൊക്കെ ഏതൊക്കെ പൊസിഷനിൽ വേണം ബർപ്പിംഗ് ചെയ്യാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഡോക്ടറും ആ നഴ്സും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. ഈ വീഡിയോ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കൂടെ ഉപകാരപ്രദമാകുന്നെങ്കിൽ ആകട്ടെ. പുതിയ അമ്മമാർക്ക് എല്ലാം ഉള്ള ടെൻഷനായിരിക്കും ബർപ്പിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളിനി ചെയ്ത എന്തെങ്കിലും പ്രശ്നം ബേബിക്ക് ഉണ്ടാവും. ഞാനിതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇതെല്ലാം കാണിച്ചു തന്നത്. അപ്പോൾ ഇതേപോലെ കുഞ്ഞിനെ ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് നഴ്സ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് പേരെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അവരും നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ലേബർ വാർഡ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ ദീപ സിസ്റ്ററെ കണ്ടു. അങ്ങനെ സിസ്റ്ററിനോടും കുറച്ച് നേരമൊക്കെ സംസാരിച്ചു വാവേനൊക്കെ കാണിച്ചു കൊടുത്തു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ സിസ്റ്റർ അതേസമയം ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അതായത് എൻ്റെ വല്യമ്മയും വല്യച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന അത്രയും ദിവസവും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം, അതായത് രാവിലത്തെ ചായ തൊട്ട് രാത്രിയിലത്തെ ഡിന്നർ വരെ ഞങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് തന്നത് ഈ വല്യമ്മയും വല്യച്ഛനും കൂടിയാട്ടോ. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അന്നദാതാക്കളായിരുന്നു ഇവർ രണ്ടുപേരും. ഇപ്രാവശ്യം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയതാണെങ്കിലും ഞങ്ങൾ ആഹാരം കഴിക്കാതെ രണ്ടുപേരും വിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വല്യമ്മയുടെ സ്പെഷ്യൽ പോട്ടി കറിയാണേ. അതിൻ്റെ കൂടെ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, മീൻ പിരിച്ച ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ നല്ല രീതിയിൽ ചോറ് കഴിച്ചു. കാരണം വല്യമ്മയുടെ കുക്കിംഗ് അത്ര സൂപ്പറാണ്. നല്ല രീതിയിൽ കുക്ക് ചെയ്യുക, ടേസ്റ്റ്. ഒരു ചമ്മന്തിയും മോരുകറിയും മാത്രം മതി ഒരു പറ ചോറുണ്ട്, നല്ല ടേസ്റ്റാണ്. ഉപ്പിലിടാൻ 10 ലബ്ലോളിക്ക ചോദിച്ചിട്ടാണ് ഇത് ഒരു കൊമ്പ് മൊത്തം ഒടിച്ച് ചേട്ടാടെ കൊടുത്തു വിടുന്നത്. പിന്നെ ഇതെല്ലാം ഒടിച്ച് ഡിക്കിയിലാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. എന്തായാലും വാവയും കൊണ്ടുള്ള ആദ്യത്തെ ഔട്ടിങ് ഇങ്ങനെയൊക്കെ ആയി തീർന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.